സ്ഥലം നൽകിയിട്ടുള്ള SNDP സ്വാഗത പ്രസംഗം നടത്തുന്നതിന് കേരള സംസ്ഥാന ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ രീതിയിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ആരംഭിക്കുന്ന ബസിൻ്റെ സംഭാവനകൾ എന്നൊരു വിഷയത്തിലൊരു കടക്കുന്നതിന് മുന്നേ ഒരു ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ സെമിനാർ ഉദ്ദേശിക്കുന്ന ആദ്യം പ്ലീനറി സെക്ഷൻസ് ആണ്. മേഖലകളെ സംബന്ധിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ ഉണ്ടായിരിക്കും. ആസ്ട്രോണമിയിലും എങ്ങനെയാണ് പ്രാചീന കാലത്ത് എങ്ങനെയാണ് ഈ മാധവ, അതിനുശേഷം പ്രഭാഷണം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് രാജഗുരുക്കൾ സാറുടെ ഒരു കീനോട്ട് അഡ്രസ്സും, അതിനുശേഷം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വളരെ ആദരപൂർവ്വം മാഡത്തെ ഈ സെമിനാറിലോട്ടും ഡോക്ടർ രാജൻ വർഗീസ് സാറാണ് നമ്മോടൊപ്പം പങ്കെടുക്കുന്നത്. സാറിനെയും ഈ ചടങ്ങിന് നമ്മുടെ തൃശ്ശൂർ സാറിനെ ആദരപൂർവ്വം ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു സെൻട്രൽ, ഈ 2 സെൻറ്ററുകളിൽ പ്രവർത്തനത്തിന് വേണ്ടി എല്ലാവരും എത്തിയിട്ടുണ്ട്. സാറിനെയും വളരെ, അതോടൊപ്പം തന്നെ നമ്മുടെ വേദിയിൽ ഇന്നത്തെ പ്ലീനറി 3 പേരെയും വളരെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഈ പദ്ധതിക്ക് ഇരിങ്ങാലക്കുടയിൽ തുടക്കം കുറിക്കുന്നത്. ഇരിങ്ങാലക്കുട എന്ന സംഗമ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാന ഭാജനങ്ങളിൽ ഒരാളായ സംഗമ ഗ്രാമ മാധവൻ്റെ പേരിലുള്ള ഒരു നോളജ് കൺസോർഷ്യം നമ്മുടെ നഗരത്തിൽ ആരംഭിക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ചാരിതാർത്ഥ്യജനകമാണ് എന്ന് കരുതുന്നു. ആളൂരിലുള്ള ഇരിഞ്ഞാടപ്പള്ളി മന കേന്ദ്രീകരിച്ചാണ് ആ സ്ഥലത്ത് തന്നെ ഇത് സ്ഥാപിക്കണമെന്നായിരുന്നു യഥാർത്ഥത്തിൽ ഞങ്ങളുടെ താല്പര്യം. പക്ഷേ സമയം മുന്നോട്ട് പോവുകയും വേണ്ട അളവിൽ നമുക്ക് അത് ചെയ്യാൻ അവിടെ സാധിക്കാതെ വരികയും ചെയ്തപ്പോഴാണ് നഗരം കേന്ദ്രീകരിച്ച് സംഗമ ഗ്രാമ മാധവനെ അനുസ്മരിച്ചുകൊണ്ടുള്ള കേന്ദ്രം ആരംഭിക്കുന്നതിന് തീരുമാനമെടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു സർക്കാരാണിത്. ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് അഗ്രഗാമികളായി, പതാകവാഹകരായി മുന്നിൽ നടക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് എന്നുള്ളത് കൊണ്ട് ആ മേഖലയെ പ്രയോറിറ്റി സെക്ടറായി അംഗീകരിച്ച സർക്കാർ കൂടിയാണിത്. മുൻഗണനാ മേഖല എന്ന നിലയിൽ ആവശ്യാനുസരണം ബജറ്ററി അലോക്കേഷൻസ് ഉറപ്പാക്കിക്കൊണ്ട് ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിലും ക്യാമ്പസുകളുടെ അന്തരീക്ഷത്തിൻ്റെ കാര്യത്തിലുമെല്ലാം സമഗ്രവും സമൂലവുമായിട്ടുള്ള പരിവർത്തനത്തിന് വഴി തെളിയിച്ചുകൊണ്ടാണ് ഈ 5 വർഷക്കാലവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോയത്. ധാരാളം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നടപ്പാക്കാനായിട്ടുണ്ട്. കിഫ്ബിയിലൂടെ മാത്രം 1884 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കി. റൂസ ഫണ്ട് ഉപയോഗിച്ചും സംസ്ഥാന ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുമെല്ലാം ആ അളവിൽ തന്നെ നല്ല മുന്നേറ്റം നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്.